ജന്മിത്തവും അയിത്തവും കുഴച്ചു മറച്ചിട്ട തിരുവിതാംകൂറിന്റെ കഥകൾ കേട്ടായിരുന്നു വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന കുട്ടിയുടെ ബാല്യകാലമുണ്ടായിരുന്നത്. സവർണരുടെ സ്വാധീന പ്രദേശമായ കളർകോട്ടെ സ്കൂളിലേക്ക് അന്ന് നടന്നു വേണം പോകാൻ. കുറച്ചു കുട്ടികൾ വഴിയിൽ വെച്ചൊരിക്കൽ ജാതിപ്പേര് വിളിച്ച് VS കളിയാക്കി. അമർഷത്തിൽ നീറിയ ആ കുട്ടി ആ വികൃതികളെ അടിച്ചൊതുക്കി വീട്ടിലേക്കെത്തി അച്ഛനോട് പറഞ്ഞു. പക്ഷെ അച്ഛൻ വഴക്കിടുകയല്ല ചെയ്തത്. പകരം അനു ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ നിന്റെ അരയിലെ അരഞ്ഞാണം എടുത്ത് പ്രയോഗിക്കുക എന്ന് പറഞ്ഞു. അന്ന് VS ആ സവർണ വികൃതി കുട്ടികളെ അടിക്കാൻ ഉപയോഗിച്ച അരഞ്ഞാണം പല കാലങ്ങളിൽ പല രൂപത്തിൽ VS കേരളത്തിലെ പല അനീതികൾക്കെതിരെയും എടുത്തു വീശി എന്നുള്ളതാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള ചരിത്രം. ആ ചരിത്രം VSൻ്റെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെയോ CPIMൻ്റെയോ മാത്രമല്ല, കേരളത്തിൻ്റെ ഒന്നാകെയുള്ള ചരിത്രമാണ്. സുജിത് ചന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. സുജിത്ത്, അനീതികളോട് ഏതു പ്രത്യാഘാതങ്ങളെയും വകവെക്കാതെ പ്രതികരിച്ചിരുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ കേരളത്തിൽ ഇതിനു മുൻപുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകാനും സാധ്യതയില്ല, അല്ലേ? അതുപോലെ തന്നെ കാലം എന്ന വാക്കിന്റെ അർത്ഥം എത്ര വലുതാകുന്നു എന്ന ചില സമയങ്ങളിലാണ്, ഇതേപോലെ ചില ചരിത്ര സന്ദർഭങ്ങളിലാണ് നമുക്ക് പൂർണ്ണമായും അതിന്റെ എല്ലാ അർത്ഥവ്യാപ്തിയിലും മനസ്സിലാകുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ തോട്ടിൻകരയ്ക്ക് അപ്പുറത്തെ ചെറ്റപ്പുരയിൽ അമ്മ അക്കമ്മയെ അന്ന് വസൂരി രോഗം കൊണ്ടുപോയത് കണ്ടു നിന്ന് അനാഥമായ ജീവിതമായിരുന്നു VSൻ്റേത്. ഒരർത്ഥത്തിൽ ആ ബാല്യത്തിന്റെ ആ ഒരു കണ്ണീരും സങ്കടവും ഉറഞ്ഞാണ് VSന്റെ ഉള്ളിൽ ഈ വിപ്ലവ തീക്ഷ്ണമായ തീ പൊട്ടുന്നത്.